ഫങ്ഷൻസ്, പേരുള്ള കുറേ ഫങ്ഷൻസ് പഠിച്ചു. അതിന് ഗ്രാഫ് വരച്ചു, ഡൊമൈനും റേഞ്ചും, കുറേ ഫങ്ഷൻസ്. അതെല്ലാം എല്ലാവരും നന്നായിട്ട് പഠിച്ചല്ലോ അല്ലേ? പിന്നെ ഓൾജിബ്ര ഫങ്ഷൻസും അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിവിടെ കുറച്ച് ഫങ്ഷൻസ് തന്നാൽ അതിൻ്റെ ഡൊമൈൻ എങ്ങനെ കണ്ടുപിടിക്കും, റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കും, അങ്ങനെയുള്ള ഒരു 3-4 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അങ്ങ് തീരും. അപ്പോൾ എളുപ്പമുള്ളതാണ്, ഇച്ചിരി ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f of x 2x minus 5. f of x equal to 2x minus 5. f of x equal to 2x minus 5. ഈ കുറച്ച് വാല്യൂസ് കണ്ടുപിടിക്കണം. f of 0, f of 7, f of minus 3. Find f of 0, f of 7 and f of minus 3. ഈ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. f of x തന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് ഈ 3 വാല്യൂസ് കാണണം. അപ്പോൾ വളരെ സിമ്പിളാണ്. f of x എന്ന് വെച്ചാൽ നമുക്കറിയാം 2x minus 5 ആണ്. അപ്പോൾ f of 0 കാണാനായിട്ട് x വരുന്നിടത്ത് അതേപടി 0 കൊടുത്താൽ, നിങ്ങൾ പോളിനോമിയലിന്റെ വാല്യൂ ഒക്കെ കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ x വരുന്നിടത്ത് അതേപടി 0 കൊടുക്കുക. f of x, x ന് വരെ 0 കൊടുക്കുമ്പോൾ x വരുന്നിടത്ത് എല്ലാം 0 കൊടുക്കും. 2 into 0 minus 5. 2 into 0 എന്ന് വെച്ചാൽ 0. 0 minus 5 എന്ന് പറഞ്ഞാൽ minus 5. ഇത്രയേ ഉള്ളൂ. ഇനി f of 7 ചോദിച്ചാൽ, f of 7 ചോദിക്കുമ്പോൾ ഈ x വരുന്നിടത്ത് 7 ഇട്ടാൽ മതി. 2 into x ന് വരെ 7 minus 5. 2 into 7 എന്ന് വെച്ചാൽ 14 minus 5. 14 minus 5 എന്ന് പറയുമ്പോൾ 9 വരും. കണ്ടോ? ഇനി അടുത്ത f of minus 3. f of minus 3 ചോദിച്ചാൽ x വരുന്നത് 2 into x ന് വരെ minus 3 കൊടുക്കുന്നു. minus 5. 2 into minus 3 എന്ന് വെച്ചാൽ minus 6. minus 5. minus 11 വരും. ഇത്രയേ ഉള്ളൂ. വാല്യൂ കാണാൻ പറഞ്ഞാൽ ഇത്രയും. ജസ്റ്റ് x വരുന്നിടത്ത് മാത്രം അതേപടി ഇവിടെ തന്നേക്കുന്നത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് എക്സിൻ്റെ ആ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി കുറച്ച് ഫങ്ഷൻസ്, അതിൻ്റെ ഡൊമൈനും കണ്ടുപിടിക്കണം, റേഞ്ചും കണ്ടുപിടിക്കണം. ഫൈൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് 1-2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരയ്ക്കാവുന്നതാണ്, വരയ്ക്കുവാണെങ്കിൽ എളുപ്പമുള്ളതില്ല ചെയ്യാൻ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. f of x equal to minus modulus x. ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കണം. മൈനസ് മോഡുലസ് എക്സ്. മോഡുലസ് എക്സ് നമ്മൾ വരച്ചത് വി ഷേപ്ഡാണ്. മോഡുലസ് മൈനസ് മോഡുലസ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കണേ പെട്ടെന്ന് ഡൊമൈനും റേഞ്ചും കാണാം. ഗ്രാഫ് വരയ്ക്കാൻ പോയിന്റ് എഴുതിയപ്പോഴേ എക്സ് y ഈക്വൽ ടു f of x ഈക്വൽ ടു മൈനസ് മോഡുലസ് എക്സ്. നമുക്ക് എക്സിന് 0 കൊടുക്കുമ്പോൾ മൈനസ് മോഡുലസ് 0. മോഡുലസ് 0 എന്ന് വെച്ചാൽ 0 ആണ്. അപ്പം മൈനസ് 0 എന്ന് വെച്ചാൽ 0 തന്നെ. 0ക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് 0 ഇട്ടാൽ മതി. 1 വരുമ്പോൾ മൈനസ് മോഡുലസ് 1. മൈനസ് മോഡുലസ് 1 1. ഇനി 2 എടുക്കുമ്പോൾ മൈനസ് മോഡുലസ് 2 ഈക്വൽ ടു മൈനസ് വെളിയിൽ കിടപ്പുണ്ട്, മോഡുലസ് 2 2 ആവും. അങ്ങനെ പോകും. ഇനി മൈനസ് 1 എടുക്കുമ്പോൾ മൈനസ് മോഡുലസ് മൈനസ് 1 ഈക്വൽ ടു മൈനസ് മോഡുലസ് മൈനസ് 1 എന്ന് വെച്ചാൽ പ്ലസ് 1 ആണ്. മൈനസ് 1. മോഡുലസ് എടുക്കുമ്പോൾ എപ്പോഴും പ്ലസ്സേ വരുള്ളൂ. മോഡുലസ് എടുക്കുമ്പോൾ പ്ലസ്സേ വരുള്ളൂ. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും മോഡുലസ് എടുക്കുമ്പോൾ പ്ലസ്സേ വരുള്ളൂ. പക്ഷേ വെളിയിൽ ഒരു മൈനസ് കിടക്കുന്നതുകൊണ്ടാണ് മൈനസ് 1 എന്ന്. അപ്പം മൈനസ് മോഡുലസ് എക്സ് എടുക്കുമ്പോൾ മോഡുലസ് എടുക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവേ വരുള്ളൂ. വെളിയിൽ മൈനസ് എടുക്കുമ്പോൾ അതിൻ്റെ ആൻസർ ഫുള്ള് നെഗറ്റീവാണ് വരുന്നത്. ഈ മൈനസ് 2 എടുക്കുമ്പോൾ മോഡുലസ് അല്ല മൈനസ് ഓഫ് മോഡുലസ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് മോഡുലസ് മൈനസ് 2 എന്ന് വെച്ചാൽ പ്ലസ് 2. ഇങ്ങനെ വരും. ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് പോസിറ്റീവ് അധികമില്ല, നെഗറ്റീവാണ്. അപ്പം താഴോട്ട് വരച്ചാൽ മതി. 0 1 2 3 മൈനസ് 1 മൈനസ് 2 മൈനസ് 3 മൈനസ് 1 മൈനസ് 2 മൈനസ് 3. മേലോട്ട് അധികം വേണ്ട. നോക്കുക, 0 വരുമ്പോൾ 0 തന്നെ. 1 വരുമ്പോൾ മൈനസ് 1 ഇവിടെ വരും. 2 വരുമ്പോൾ മൈനസ് 2 ഇവിടെ വരും. കണ്ടോ? 3 വരുമ്പോൾ മൈനസ് 3 അങ്ങനെ പോകും. ഇനി മൈനസ് 1 വരുമ്പോഴും മൈനസ് 1 ആണ്. മൈനസ് 2 വരുമ്പോഴും മൈനസ് 2 ആണ്. ഇങ്ങനെ വരും. ബി തിരിച്ച് ഇങ്ങനെ വരും, താഴോട്ട് വരും. ഇതാ മോഡുലസ് മൈനസ് മോഡുലസിൻ്റെ ഗ്രാഫ്. പ്ലസ് മോഡുലസ് മുകളിലോട്ടല്ലേ, മൈനസ് മോഡുലസ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി താഴോട്ട് വരും. ഈ ഡൊമൈനും റേഞ്ചും. ഡൊമൈൻ കാണാനായിട്ട് ഗ്രാഫിനെ എക്സൈസിലേക്ക് കൊണ്ടുവന്നാൽ മതി. എക്സൈസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫുള്ള് വരും. ഡൊമൈനാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ ഐസിലേക്ക് കൊണ്ടുവരിക. വൈ ഐസിലേക്ക് കൊണ്ടുവരിക. നെഗറ്റീവ് മാത്രമേ വരുള്ളൂ. നെഗറ്റീവ് ആർ മൈനസ് സെറ്റപ്പോൾ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇങ്ങനെ ഡൊമൈനും റേഞ്ചും കിട്ടും. ഗ്രാഫ് വരച്ച് ചെയ്യാവുന്നതാണ്, അത് വരച്ച് ചെയ്യുന്നതാണ് നല്ലത്, പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഡൊമൈനും റേഞ്ചും കിട്ടും. ഇനി വേറെ ക്വസ്റ്റ്യൻ, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഗ്രാഫ് വരച്ച് ചെയ്യാൻ പറ്റില്ല. അത് ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുക്കണം. ഫൈൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് 9 മൈനസ് എക്സ് സ്ക്വയർ. സ്ക്വയർ റൂട്ട് വരുമ്പോൾ f of x equal to square
9 - x². ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഫംഗ്ഷൻ അല്ല. സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ല. കാരണം എക്സ് 4 എടുത്താൽ ഇപ്പോൾ f(x) √x എന്നൊരു ഫംഗ്ഷൻ എടുത്തു. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്, എക്സിന് 4 എടുത്താൽ f(4) എന്ന് വെച്ചാൽ അല്ലെ അതിൻ്റെ ഇമേജ് y എന്ന് പറഞ്ഞാൽ √4 വരും. √4 എടുക്കുമ്പം അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവും വരാം നെഗറ്റീവും വരാം, +or-2 വരും. അപ്പം അതായത് 4-ന് 2 എന്നൊരു ഇമേജും കിട്ടും, 4-ന് -2 എന്നൊരു ഇമേജും കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഫംഗ്ഷൻ അല്ല. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പറഞ്ഞൊരു ഫംഗ്ഷൻ അല്ല. പക്ഷെ നമുക്ക് ഫംഗ്ഷൻ ആക്കാം. നമ്മൾ ഡൊമൈൻ അല്ല, വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും കൂടെ വന്നുകൊണ്ടല്ലേ പ്രശ്നം. അതായത് f ഫ്രം x അല്ലെങ്കിൽ R to R എടുത്താൽ ശരിയാവത്തില്ല. R to R എടുത്താൽ ശരിയാവത്തില്ല. R to ഒന്നെങ്കിൽ R+ എടുക്കണം. R+ എടുക്കുമ്പോൾ പോസിറ്റീവ് മാത്രം എടുത്താൽ മതി. അപ്പം ഇങ്ങനെ +or-2 ഉണ്ടെങ്കിലും നമ്മുടെ റേഞ്ച് നമ്മൾ R+ൽ നിൽക്കേണ്ടതുണ്ട്, പോസിറ്റീവിൽ നിൽക്കേണ്ടതുണ്ട്, -2 എടുക്കണ്ട. അപ്പോൾ നമ്മൾ 4 to ഈ ഒരു ഇമേജ് മാത്രമേ വരുള്ളൂ. അല്ലെങ്കിൽ R- എടുക്കാം. ഒന്നെങ്കിൽ R to R+, അല്ലെങ്കിൽ R to R-. ജനറൽ R എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. ഇവിടെ രണ്ടാമത്തേത് R എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ പോസിറ്റീവ് എടുക്കണം, നെഗറ്റീവ് എടുക്കണം. കാരണം അത് രണ്ടും റിയൽ നമ്പേഴ്സ് ആണല്ലോ. ഏതിൻ്റെ റൂട്ട് എടുത്താലും പോസിറ്റീവ് വരും നെഗറ്റീവും വരും. പക്ഷേ നമ്മൾ R എടുക്കുന്നതിന് ഒരു R+ മാത്രമായി എടുക്കുന്നെങ്കിൽ നമ്മുടെ ഇമേജ് y എന്ന് പറഞ്ഞാൽ R+ലുള്ളതായിരിക്കണം. അപ്പം നമുക്ക് റൂട്ട് എടുക്കുമ്പോൾ +or- കിട്ടുമെങ്കിലും മൈനസ് എടുക്കേണ്ട, പ്ലസ് മാത്രം എടുത്താൽ മതി. ഇനി R- ആയിട്ടും പറയാം. അപ്പോൾ R+ഉം R- കൂടെ ഒരുമിച്ച് വന്നാൽ നടക്കത്തില്ല. അപ്പോൾ അത് ഫംഗ്ഷൻ അല്ല. സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആവണമെങ്കിൽ ഒന്നെങ്കിൽ റേഞ്ച് R+ എടുക്കണം, അല്ലെങ്കിൽ റേഞ്ച് R- എടുക്കണം. രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്ന R എടുത്താൽ ഫംഗ്ഷൻ ആവത്തില്ല. R എടുത്താൽ ഫംഗ്ഷൻ ആവത്തില്ല. R+ അല്ലെ R-. അപ്പം നമുക്കിവിടെ തന്നേക്കുന്ന ഫംഗ്ഷൻ ആണെന്ന് തന്നേക്കുക. ഫൈൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ R+ഉം R- ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള ഏതും എടുക്കാം. നമുക്ക് R+ എടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഓർത്തോണം y ഇവിടെ ക്ലിയർ ആയിട്ട് ഇത് പറഞ്ഞില്ലെങ്കിലും ഓർത്തോണം y = f(x) > 0 പോസിറ്റീവ് ആയിരിക്കണം. ഇമേജ് y എന്ന് പറയുന്ന ഇമേജ് ആണല്ലോ. ഇമേജ് പോസിറ്റീവും നെഗറ്റീവും വരാൻ പാടില്ല, പോസിറ്റീവ് ആയിരിക്കണം. അത് ഉറപ്പാണ്. നമ്മുടെ ഇമേജ് y എന്ന് പറയുന്ന പോസിറ്റീവേ വരാവുള്ളൂ. അല്ലെ നെഗറ്റീവ് എടുത്താലും മതി, <0 എടുത്താൽ രണ്ടും കൂടെ വരരുത്, പോസിറ്റീവും നെഗറ്റീവും കൂടെ വരരുത്. അത് ആദ്യമേ മനസ്സിലാക്കി വെച്ചോണം. ഇനി നമുക്ക് ഡൊമൈനും റേഞ്ചും ആണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂസ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂസ്. നമ്മൾ ഡൊമൈൻ x-ആക്സിസിലേക്കല്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ എക്സിന്റെ വാല്യൂസ് ആണ് ഡൊമൈൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ y-ആക്സിസിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പം വൈയുടെ വാല്യൂസ്, വാല്യൂസ് ഓഫ് x ആണ് ഡൊമൈൻ, വാല്യൂസ് ഓഫ് y ആണ് റേഞ്ച്. അതൊന്ന് ഓർത്തിരുന്നോണം. അപ്പോൾ ഇനി നമ്മൾ ഡൊമൈൻ കാണേണ്ട x കണ്ടുപിടിക്കാൻ പോവാം. ഇനി x കാണാനായിട്ട് വേണം. അപ്പോൾ നമുക്ക് f(x) √, ഇതല്ലേ. ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ പോസിറ്റീവ് നമ്പേഴ്സ്. സ്ക്വയർ റൂട്ട് പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമേ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. കാരണം റൂട്ട് -4 എന്ന് വെച്ചാൽ നെഗറ്റീവ് റൂട്ടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ സോൾവ് ചെയ്തപ്പോൾ b² - 4ac നെഗറ്റീവ് വന്നാൽ റൂട്ട് എടുക്കാൻ പറ്റത്തില്ല. അവിടെ നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് പഠിച്ചതാണ്. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിന് റൂട്ടില്ല. പക്ഷേ ഇനി നമ്മൾ അതേ അവസ്ഥയിൽ നെഗറ്റീവിന് റൂട്ട് പഠിക്കുന്നുണ്ട്. 1-2 ചാപ്റ്ററുടെ കഴിയുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിനും റൂട്ട് ഉണ്ടെന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം തൽക്കാലം നെഗറ്റീവ് നമ്പേഴ്സിന് നമ്മൾ റൂട്ടില്ല, സ്ക്വയർ റൂട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്ക്വയർ റൂട്ട് ഫംഗ്ഷനാണ്. ഇത് ഡിഫൈൻഡ് ആയിരിക്കണമെങ്കിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമാണ്. സ്ക്വയർ റൂട്ട് ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ പോസിറ്റീവ് നമ്പേഴ്സ്. അതായത് നമ്മുടെ ഈ 9 - x² എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം, > 0 വരണം. നെഗറ്റീവ് വന്നാൽ അവിടെ നമുക്ക് റൂട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഡിഫൈൻഡ് ആയിരിക്കണം. അതായത് ഈ റൂട്ടിനുള്ളിൽ കിടക്കുന്ന ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കണം. അവിടെ നെഗറ്റീവ് വന്നാൽ റൂട്ട് നമുക്ക് നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ടാണ് 9 - x² > 0 ആയിരിക്കണം. സിൻസ് സ്ക്വയർ റൂട്ട് ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ പോസിറ്റീവ് നമ്പേഴ്സ്. പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമേ സ്ക്വയർ റൂട്ട് ഉള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ -x² റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ പ്ലസ് ആവും 9 > x². നമുക്ക് തിരിച്ചെഴുതാം. x² 9 വരുമ്പോൾ x² അവിടെ അടഞ്ഞു 9 തുറന്നില്ലേ. അപ്പോൾ നമ്മൾ തിരിച്ചെഴുതുന്നു. x² ഇത് തന്നെ തിരിച്ചെഴുതുന്നേ ഉള്ളൂ. x² ഭാഗം അടഞ്ഞിരിക്കുന്നു, 9 ഭാഗം തുറന്നിരിക്കുന്നു. ഇനി നമ്മൾ റൂട്ട് എടുക്കാൻ പോകും. ടേക്കിംഗ് സ്ക്വയർ റൂട്ട്. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ √(x²) < √9.
സ്ക്വയറിന് നമുക്ക് പോസിറ്റീവ് എടുക്കാം, നെഗറ്റീവ് എടുക്കാം. എക്സ് സ്ക്വയറിന്റെ റൂട്ട് പോസിറ്റീവ് എടുക്കാം, നെഗറ്റീവ് എടുക്കാം. പ്ലസ് ഓർ മൈനസ് വരുന്നതുകൊണ്ട് നമുക്ക് അതിന് മോഡുലസ് എന്ന് പറയാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു രണ്ടിടത്തും മോഡുലസ് ഇല്ല. ഇവിടെ നമ്മൾ പോസിറ്റീവ് 3, കാരണം ഇവിടെ -3 മോഡുലസ് എക്സ് എപ്പോഴും പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ പോസിറ്റീവും വരാം, നെഗറ്റീവും വരാം. എക്സ് സ്ക്വയറിന്റെ റൂട്ട് എടുക്കുമ്പോൾ പോസിറ്റീവും വരാം, നെഗറ്റീവും വരാം റൂട്ട്. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ കോമൺ ആയിട്ട് മോഡുലസ് എക്സ് എന്ന് കൊടുക്കും. മോഡുലസ് എക്സ് ഇടുമ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പോസിറ്റീവ് നെഗറ്റീവ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9ന്റെ റൂട്ട് പ്ലസ് മോഡുലസ് പോസിറ്റീവാണ്, അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. 3, അതായത് എക്സിന്റെ വാല്യൂ, എക്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ 3ൽ കുറഞ്ഞിരിക്കണം. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ 0 തൊട്ട് ഉള്ള ഡിസ്റ്റൻസ്. അബ്സല്യൂട്ട് വാല്യൂ 0 തൊട്ട് എക്സിന്റെ വാല്യൂ 0 തൊട്ട് 3 വരെ പോകാം. 0 തൊട്ട് 3 വരെ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകാം. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ -3 വരെ പോകാം, റൈറ്റിലേക്ക് വരുമ്പോൾ +3 വരെ പോകാം. അപ്പോൾ എക്സിന്റെ വാല്യൂ -3 തൊട്ട് +3 വരെ വേരി ചെയ്യും. മോഡുലസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് വെച്ചാൽ മീനിങ് ആണ് അബ്സല്യൂട്ട് വാല്യൂ 3ൽ കുറഞ്ഞിരിക്കണം. അബ്സല്യൂട്ട് വാല്യൂ 3ൽ കുറഞ്ഞിരിക്കണം എന്ന് വെച്ചാൽ അത് -3 തൊട്ട് +3 വരെ വേരി ചെയ്യാം. അപ്പോൾ നമ്മളത് എഴുതിയാൽ -3 തൊട്ട് 3 വരെ വേരി ചെയ്യാം എക്സിന്റെ വാല്യൂ. എക്സിന്റെ വാല്യൂ -3 തൊട്ട് +3 വരെ വേരി ചെയ്യാം. എക്സിന്റെ വാല്യൂ ആണല്ലോ ഡൊമൈൻ. അപ്പം ഡൊമൈൻ എന്ന് പറയുന്നത് ഡൊമൈൻ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ ആയിട്ട് എഴുതാം. -3 +3 ഇതാണ് ഡൊമൈൻ. ചില ബുദ്ധിമുട്ടായി ഇത് പഠിക്കാൻ, ഈ ഒരു പ്രോബ്ലം ആണ്. ഇത് നിങ്ങൾ ചെയ്ത് പഠിച്ചോണം, കാരണം ഇത് ചോദിച്ചാൽ മാർക്ക് കൂടുതൽ കിട്ടും. 9 മാറ്റി 4 ഒക്കെ വരാം, അവിടെ 16 ഒക്കെ വരാം. അതിനനുസരിച്ച് 9 വരുമ്പോൾ ഇവിടെ 9 3 ആവും. 16 ആണ് വരുന്നതെങ്കിൽ 16 ഇവിടെ 4 വരുമെന്നേ ഉള്ളൂ. അതിനനുസരിച്ച് 3യുടെ സ്ഥാനത്തൊക്കെ 4 ഇട്ടാൽ മതി. ആ ക്വസ്റ്റ്യൻ അങ്ങനെ മാറി മാറി ചോദിക്കാം. ഇതാണ് ഡൊമൈൻ. ഡൊമൈൻ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്ക്വയർ റൂട്ട് പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമേ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ, അതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ പോസിറ്റീവ് ആയാലും നമ്മൾ അതിനെ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. റൂട്ട് എടുക്കുമ്പോൾ എക്സ് സ്ക്വയറിന്റെ റൂട്ട് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് മോഡുലസ് ഇട്ടു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ 3 ഇട്ടാൽ മതി. മോഡുലസ് 3 ഇടേണ്ട ആവശ്യമില്ല. മോഡുലസ് 3 ഇടേണ്ട ആവശ്യമില്ല. മോഡുലസ് 3 തന്നെയാണ്, കാരണം എക്സ് നമുക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് മോഡുലസ് എക്സ് ഇട്ടേക്കുന്നത്. 3 നമുക്കറിയാമല്ലോ, മോഡുലസ് 3 ഇടേണ്ട കാര്യമില്ല, 3 ഇട്ടാൽ മതി. അപ്പോൾ മോഡുലസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് വെച്ചാൽ എക്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ 3ൽ കുറഞ്ഞിരിക്കും. അബ്സല്യൂട്ട് വാല്യൂ തമ്മിൽ ഇടത്ത് സൈഡിലേക്കും വലത് സൈഡിലേക്കും പോകും. അതുകൊണ്ടാണ് -3 തൊട്ട് +3 എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഡൊമൈൻ. -3 തൊട്ട് +3 വരെ. ഇനി റേഞ്ച് കണ്ടുപിടിക്കണം. റേഞ്ച് കണ്ടുപിടിക്കാനും ഏകദേശം ഇതേ സ്റ്റെപ്പൊക്കെ തന്നെയാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ. അപ്പം ഡൊമൈൻ ക്ലിയർ ആയല്ലോ. ഇനി റേഞ്ച് കണ്ടുപിടിക്കാൻ പോവാം. റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ റേഞ്ച് എന്ന് വെച്ചാൽ y ആണ്. y is equal to √9 - x². y equal to f(x) അല്ലേ റേഞ്ച്. y equal to f(x), വൈയുടെ വാല്യൂ. അപ്പോൾ y equal to f(x) എന്നുള്ളത് y equal to f(x) ഒന്നുകൂടെ വേണം എവിടെ എഴുതാം. y equal to f(x) നമുക്കറിയാം. നമുക്കറിയാവുന്ന കാര്യമാണ് y equal to f(x) എന്ന്. y equal to f(x) എന്ന് √9 - x². നമ്മൾ റൂട്ട് കളയാൻ വേണ്ടി സ്ക്വയർ ചെയ്തു. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ വൈയുടെ സ്ക്വയർ, റൈറ്റ് സൈഡിലെ 9 - x², റൂട്ടിന്റെ സ്ക്വയർ. റൂട്ടിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് പൊക്കോളൂ. y² = 9 - x². x² ഇങ്ങോട്ടും y² അപ്പുറത്തോട്ടും കൊണ്ടുപോകും. -x² ഇപ്പറേ വരുമ്പോൾ +x² ആകും. ഈക്വൽ ടു 9 y² അപ്പുറം വരുമ്പോൾ -y² ആകും. Therefore x is equal to √9 - y². x കാണാൻ വേണ്ടി റൂട്ട് എടുത്താൽ മതി. ഇവിടെ പിന്നെയും റൂട്ട് വന്നു. സ്ക്വയർ റൂട്ട് ഡിഫൈൻ ചെയ്യണേ ഇത് പോസിറ്റീവ് ആയിരിക്കണം. സ്ക്വയർ റൂട്ട് ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ പോസിറ്റീവ് നമ്പേഴ്സ്. പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമേ റൂട്ട് ഉള്ളൂ. റൂട്ട് എടുക്കണമെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കണം. അതായത് 9 - y² പോസിറ്റീവ് ആയിരിക്കണം. എങ്കിലേ നമുക്ക് ഇത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ √9 - y² എന്ന് കിട്ടും. റൂട്ട് എടുക്കണമെങ്കിൽ റൂട്ടിനുള്ളിലുള്ളത് പോസിറ്റീവ് ആയിരിക്കണം. അതായത് 9 - y² പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ ഡൊമൈനിൽ എടുത്ത് അതേ സ്റ്റെപ്പ് തന്നെ. അതായത് 9 > y². ഇത് തിരിച്ചെഴുതുന്നു. y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. നമ്മൾ അവിടെ ചെയ്ത അതേ സ്റ്റെപ്പ് സ്ക്വയർ റൂട്ട് എടുക്കുന്നു. മോഡുലസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. റൂട്ട് എടുക്കുമ്പോൾ വൈയുടെ റൂട്ട് y² റൂട്ട് +or - മോഡുലസ് y എഴുതുന്നു. 9ന്റെ റൂട്ട് എടുക്കുമ്പോൾ +3. അതായത് ഇവിടെ നമുക്ക് കിട്ടി ഇതുണ്ടോ y -3 തൊട്ട് 0 +3 വരെ വേരി ചെയ്യാം. അതായത് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഇങ്ങനെ എഴുതി. പക്ഷേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആവണമെങ്കിൽ y > ഓർ ഈക്വൽ ടു 0 എന്ന് ഉറപ്പ് ആദ്യമേ അത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് y > ഓർ ഈക്വൽ ടു 0. പോസിറ്റീവ് മാത്രം എടുത്താൽ മതി. നമുക്ക് നെഗറ്റീവും കൂടി എടുത്താൽ ഫംഗ്ഷൻ അല്ലാണ്ടായി പോകും. ഫംഗ്ഷൻ ആയതുകൊണ്ട്
y പോസിറ്റീവ് മാത്രം എടുത്താൽ അപ്പോൾ -3 തൊട്ട് 0 വരെയുള്ള പോർഷൻ വേണ്ട. അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടെ റെഡ്യൂസ് ചെയ്യാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇത് രണ്ടും കൂടെ വരുന്നതാണ്. നമ്മളിത് ചെയ്ത് നമുക്ക് -3 തൊട്ട് +3 വരെ കിട്ടി. പക്ഷേ ഇത് രണ്ടും കൂടി എടുത്താൽ ഫംഗ്ഷന് ഡെഫിനേഷൻ ഇല്ലാണ്ടായി പോകും. ഇവിടെ നെഗറ്റീവായിട്ട് നമ്മൾ ഒഴിവാക്കുന്നു. -3 തൊട്ട് 0 വരെ എടുക്കുന്നില്ല, പോസിറ്റീവ് മാത്രം മതി 0 തൊട്ട് 3 വരെ. അപ്പോൾ റേഞ്ച് അതാണ് വൈയുടെ വാല്യൂ റേഞ്ച് ഇസ് ഈക്വൽ ടു 0, 3 ക്ലോസ് റേഞ്ച് 0, 3. ഇത് നിങ്ങൾ ശരിക്കും പഠിച്ചോണം. അപ്പോൾ ഞാൻ എൻ്റെ 9 ആണെങ്കിൽ -4 തൊട്ട് +4 വരെ ഡൊമൈനും റേഞ്ച് 0 തൊട്ട് 4 വരെ വരും. അത് മാറ്റി ഇട്ടാൽ മതി. ഇതാണ് ഇതിൻ്റെ അകത്തൊരു വലിയ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുന്നത്. ചോദിച്ചാൽ മാർക്ക് കൂടുതൽ കിട്ടുന്നതാണ്. നിങ്ങൾ ശരിക്കും ചെയ്ത് തന്നെ പഠിക്കണം. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമാണ്. ഇനി 1-2 ക്വസ്റ്റ്യനുകളുണ്ട്. ഡൊമൈനും റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് റേഞ്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൻ്റെ റേഞ്ച് കണ്ടാൽ മതി. വളരെ എളുപ്പമാണ്. റേഞ്ച് മാത്രം മതി. ഡൊമൈൻ കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ ഗ്രാഫ് നോക്കിയാൽ പോരെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ f(x) = 2 - 3x, x belongs to R, x greater than 0. x belongs to R, x greater than 0. അപ്പോൾ ഇതുണ്ടോ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സ് റിയൽ നമ്പർ ആണ്, പക്ഷെ പോസിറ്റീവ് ആണെന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് തന്നെ കിട്ടും എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് ഈസ് എ റിയൽ നമ്പർ ആൻഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വേണേൽ വ്യക്തമായിട്ട് പറയാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ R+, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് അത് അതിൽ നിന്നുണ്ട്. എക്സ് റിയൽ നമ്പർ, എക്സ് ബിലോങ്സ് ടു ആർ എന്നാൽ ദാറ്റ് ഇസ് എ റിയൽ നമ്പർ ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചാൽ പോസിറ്റീവ്. റിയൽ നമ്പറുമാണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ ഡൊമൈൻ R+. ചോദിച്ചാൽ ഡൊമൈൻ R+ ഗ്രാഫ് ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾ എക്സിന് വാല്യൂസ് എടുക്കുമ്പോൾ പോസിറ്റീവ് മാത്രം എടുത്താൽ മതി. 0 എടുക്കണ്ട. 0 കഴിഞ്ഞിട്ടുള്ള 0.1 ഒക്കെ അതൊക്കെ എടുക്കാം. അങ്ങനെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്കും കേട്ടോ എക്സ് y = f(x). f(x) എന്ന് 2 - 3x ഉണ്ട്. എക്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ചുമ്മാ 0 ഒന്ന് കൊടുക്കുവാണ്. അല്ല 0 കൊടുക്കാൻ പാടില്ല. നമുക്ക് ഒന്ന് എവിടെ തൊട്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 0 ഞാൻ വെറുതെ ഒന്ന് കൊടുക്കുവാണ്. എക്സിന് 0 കൊടുക്കുന്നുണ്ട്. 0 കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. 0.1 അങ്ങനെ വലുവേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളതൊന്ന് വരയ്ക്കാൻ വേണ്ടി 0 കൂടെ കൊടുത്തേക്കോ. 0 അപ്പോൾ y എന്ന് പറയുന്നത് y = 2 - 0, അതായത് 2 വരും. ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം 0 ഇൻക്ലൂഡ് ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 0 നോട്ട് ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഇന്ന് സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. ഇനി 1 എടുക്കുന്നു. 1 എടുക്കുമ്പോൾ 2 - 3 × 1, 2 - 3 വരും, -1 വരും. 2 എടുക്കുന്നു. 2 - 3 × 2, 2 - 6 വരും. 2 - 6 വരും, അത് -4. ഇങ്ങനെ ഗ്രാഫ് വരില്ല. പോസിറ്റീവ് മാത്രമേ എക്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്കും (0, 1, 2, 3, 1, 2, -1, -2, -4 വേണം അല്ലേ? ചുടുത്താടുണ്ട് ചേർന്നാണ്. -1, -2, -3, -4. ഇനി 0 വരുമ്പോൾ 2 ആണ്, പക്ഷെ അത് നോട്ട് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. 0 വരുമ്പോൾ 2 ആണ്. ഇതില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഓപ്പൺ ആയിട്ട് വട്ടം ഇടുന്നു. ആ പോയിന്റ് മാത്രം ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഞാനവിടെ ഓപ്പൺ ആയിട്ട് ഒരു വട്ടം ഇടുന്നു. ആ പോയിന്റ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. 0 കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. 0 ഗ്രേറ്റർ ആയിട്ടുള്ള എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനവിടെ ഓപ്പൺ ആയിട്ടൊരു വട്ടം ഇടുന്നു. ഇനി 1 വരുമ്പോൾ എത്രയാ? -1 ആണ്. 1ന്റെ നേരെ -1 ഇവിടെ വരും. 2ന്റെ നേരെ -4 ഇവിടെ വരും. ഇനി ഇത് ജോയിൻ ചെയ്താൽ മതി. ഇതിങ്ങനെ ജോയിൻ ചെയ്യുക. ഇങ്ങനെ വരും. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് തന്നെ വരും. ഇതാണ് ഗ്രാഫ്. ഇവിടെ തൊട്ടേ ഉള്ളൂ ഗ്രാഫ്. പിന്നെ നോക്കുക, ഡൊമൈൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതുണ്ടോ, ഈ ഗ്രാഫ് എക്സൈസിലേക്ക് പ്രസ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ഭാഗം ഫുള്ള് കിട്ടും. 0 മാത്രമില്ല. ഡൊമൈൻ R+, അത് കാണാൻ പറഞ്ഞിട്ടില്ല. റേഞ്ച് മതി. റേഞ്ച് = y-axis ഗ്രാഫിനെ കൊണ്ടുവരിക. y-axis ഗ്രാഫിനെ കൊണ്ടുവരിക. 2 തൊട്ട് താഴോട്ടേ വരുന്നുള്ളൂ.
വൈ എക്സിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും 2 തൊട്ടെന്നല്ല നമുക്ക് നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് ഇങ്ങനെ എന്നിട്ട് മാക്സിമം 2 വരെ വരും. 2 വരുന്നില്ല, 2 ഇൻക്ലൂഡഡ് അല്ല, പക്ഷേ 2ന് മുമ്പുള്ളതെല്ലാം ഉണ്ട്. താഴെ മൈനസ് ഇൻഫിനിറ്റിയാണ്. മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 2 വരെ. മൈനസ് ഇൻഫിനിറ്റിയുടെ ഭാഗം ഓപ്പൺ ആയിട്ടിടണം. ഇൻഫിനിറ്റി ഭാഗം എപ്പോഴും ഓപ്പണാണ്. 2 ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി അത് ഓപ്പൺ ആയിട്ടിടണം. ഇതാണ് അതിൻ്റെ റേഞ്ച്. മൈനസ് ഇൻഫിനിറ്റി 2 ഇൻക്ലൂഡഡ് അല്ല. ഇവിടെ തൊട്ട് ഈ 2 തൊട്ട് ഇങ്ങോട്ട് താഴോട്ട് ഫുള്ളുണ്ട്. അപ്പം ഇങ്ങനത്തെ വേണ്ടേ നമ്മൾ ആദ്യം പറയാൻ. മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 2 വരെ. 2 ഇല്ല, 2 ഇൻക്ലൂഡഡ് അല്ല. അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. അവിടെ റേഞ്ച് കാണാനായിട്ടാ. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ഡൊമൈനും ചോദിക്കാം. ഡൊമൈന് വേണേ നമുക്ക് കണ്ടുപിടിക്കാം. f of x equal to x square plus 2. f of x equal to x square plus 2. x is a real number. x is a real number. x is a real number എന്ന് പറയുമ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും എടുക്കും. അപ്പം ഡൊമൈൻ അവിടെ വ്യക്തമായി. x is a real number എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിൽ നിന്ന് വ്യക്തമാണ് ഡൊമൈൻ is equal to r. ഡൊമൈൻ ആർ ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡൊമൈൻ ആർ x square plus 2 ആ. അപ്പോൾ എക്സിന് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം എടുക്കാം അവിടെ. അപ്പം നമുക്ക് അത് നോക്കാം. എക്സ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2 വാല്യൂസ് കണ്ടുപിടിച്ച് നോക്കാം. എക്സിന് 0 കൊടുക്കുന്നു. അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0 സ്ക്വയർ പ്ലസ് 2 വരും. 1 കൊടുക്കുന്നു. 1 സ്ക്വയർ പ്ലസ് 2. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 3 വരും. 2 കൊടുക്കുന്നു. 2 സ്ക്വയർ പ്ലസ് 2 6 വരും. ഇതുപോലെ നെഗറ്റീവും കൊടുക്കാം. നെഗറ്റീവ് 1 കൊടുക്കുന്നു. നെഗറ്റീവ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2. നെഗറ്റീവ് 1 ഹോൾ സ്ക്വയർ 1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 3 വരും. നെഗറ്റീവ് 2 കൊടുക്കുന്നു. നെഗറ്റീവ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 2, അതും 6 വരും. ഗ്രാഫ് വരച്ചാൽ ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ നോക്കുക. ഇവിടെ നോക്കുക, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് ഇല്ല, താഴോട്ട് അധികം ഇല്ല. അപ്പം നമുക്ക് താഴോട്ട് അധികം വരയ്ക്കണ്ട. എക്സ് വൈ 0 1 2 3 -1 -2 -3 എക്സെട്ര. മേളിലോട്ട് 6 വരെ വേണം. 1 2 3 4 5 6 നോക്കാം. ആദ്യം എക്സ് 0 വരുമ്പോൾ 2 ആവും. 0യുടെ നേരെ 2, ഈ പോയിന്റാണ് 0 2. 0 2 എന്ന് പറയുന്ന പോയിന്റ് എക്സിന്റെ 0യും വൈയുടെ 2 കൂടെ ഇവിടെ വരും. അടുത്ത 1 വരുമ്പോൾ 3, 1ന്റെ നേരെ 3 ഇവിടെ വരും. 1 3 ആ പോയിന്റ് 1 3. അടുത്ത 2 6 എക്സ് 2 വരുമ്പോൾ വൈ 6 ഇവിടെ വരും. 2 6. ഇനി -1 3 എക്സ് -1 വരുമ്പോൾ വൈ 3. ഇതാണ് -1 3. -2 വരുമ്പോൾ 6 -2 6. ഇവിടെ നമുക്ക് ജോയിൻ ചെയ്ത ലൈനായിട്ട് പോകത്തില്ല, കർവായിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ ഇതൊരു മാല പോലെ വരും. ഇങ്ങനെ അല്ലേ, ഇതാ ഗ്രാഫ്. ഡൊമൈൻ നിങ്ങൾക്ക് ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. താഴോട്ട് കൊണ്ടുവന്നാൽ എക്സൈസിലേക്ക് കൊണ്ടുവന്നാൽ ഫുൾ 6 കിട്ടും. നമുക്ക് ആവശ്യമില്ല റേഞ്ച് മതി. റേഞ്ച് കാണാനായിട്ട് നിങ്ങൾ വൈ ആക്സിലേക്ക് കൊണ്ടുവരിക. വൈ ആക്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ 2 തൊട്ട് മുകളിലോട്ട് ഫുള്ള്, 2 തൊട്ടേ ഉള്ളൂ, 2 ഉൾപ്പെടെയുണ്ട്. 2 തൊട്ട് മുകളിലോട്ട് ഫുള്ള്. അപ്പോൾ 2 തൊട്ട് അങ്ങ് ഇൻഫിനിറ്റി വരെ പോകും. 2 തൊട്ട് ഇൻഫിനിറ്റി വരെ. ഇൻഫിനിറ്റി എപ്പോഴും ഓപ്പൺ ആയിട്ടിടണം. 2 ഉണ്ട്, അതുകൊണ്ട് ക്ലോസ് ആയിട്ടിടണം. ഇതാണ് റേഞ്ച്. 2 തൊട്ട് ഇൻഫിനിറ്റി വരെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഈ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൻ്റെ അകത്തുള്ള. അപ്പോൾ ആ ചാപ്റ്റർ തീർന്നു. നിങ്ങൾ നന്നായിട്ട് ഇത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.